പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്ന് ഈസ്റ്റർ ഞായറാണ്. ഈസ്റ്റർ സൺഡേയുടെ എല്ലാ മംഗളങ്ങളും ഈ പ്രഭാതത്തിൽ തന്നെ അച്ഛൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്, നേരുകയാണ്. ഈസ്റ്റർ തിരുനാളുകളുടെ തിരുനാളാണ്, ഏറ്റവും വലിയ ആഘോഷമാണ്. ഓരോ ഈസ്റ്റർ ദിവസവും നാം ധ്യാനിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ട ചില ചിന്തകൾ ഈ പ്രഭാതത്തിൽ അച്ഛൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, മരണത്തിന്മേലുള്ള ജീവിതത്തിൻ്റെ വിജയമാണ്. ദൈവിക പ്രവചനത്തിൻ്റെ പൂർത്തീകരണമാണ്. മനുഷ്യരാശിയുടെ പാപങ്ങൾക്കുള്ള പ്രായശ്ചിത്തമാണ്. നമുക്ക് നിത്യജീവൻ വാഗ്ദാനം ചെയ്യുന്നു. ഇതെല്ലാമാണ് ഈസ്റ്റർ ദിവസം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. പ്രിയമുള്ളവർ, പാപത്തിനും മരണത്തിനും മേലുള്ള യേശുവിൻ്റെ വിജയം, പാപത്തിനും മരണത്തിനും മേലുള്ള വിജയം. യേശു മരണത്തെ കീഴടക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുകയും ഉദ്ധാനം വാഗ്ദാനം ചെയ്തു. ഇതാണ് പുനരുദ്ധാനം. പ്രിയമുള്ളവരെ, ഈ പുനരുദ്ധാനം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വാക്ക് തരുന്ന ഒരു വാഗ്ദാനമാണ് യേശുവിൻ്റെ പുനരുദ്ധാനം. ഈ പുനരുദ്ധാനത്തിലൂടെ നമ്മൾ ആരായിരിക്കണം? ഓരോ ഈസ്റ്റർ ദിവസം ഓർമ്മപ്പെടുത്തുന്നത് 2 കൊരിന്ത്യർ 5:17 ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. ഓർക്കുക, എല്ലാ പഴയ അവസ്ഥയും മാറ്റപ്പെട്ടുകൊണ്ട് എൻ്റെ ജീവിതത്തിലെ പഴയ ജീവിത സാഹചര്യങ്ങളും സ്വഭാവങ്ങളും മാറ്റപ്പെട്ടുകൊണ്ട് ഉദ്ധിതനായ കർത്താവിനോടൊപ്പം പുതിയ വ്യക്തിയായി, പുതിയ വ്യക്തിത്വം സ്വീകരിക്കുന്ന ഒന്നാണ് ഈസ്റ്റർ ദിവസം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നമുക്ക് നമ്മുടെ സ്വന്തം പുനരുദ്ധാനത്തിലും ദൈവമായുള്ള നിത്യജീവിതത്തിലും പ്രത്യാശ പുലർത്തുവാൻ കഴിയുന്ന ഒരു പുതിയ സൃഷ്ടി. അതായത് ഉദ്ധാനം നമുക്ക് തമ്പുരാൻ തരും, പുതിയ സൃഷ്ടിയായി മാറും. ഒരു പുതിയ തുടക്കം ഇവിടെ സൂചിപ്പിക്കുക. യേശുവിൻ്റെ ദൈവത്വത്തിൻ്റെ തെളിവാണ് ഈ പുനരുദ്ധാനം. മരിച്ചവരിൽ നിന്നുള്ള യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്, ദൈവത്വം എന്ന നിലയിലുള്ള യേശുവിൻ്റെ ഐഡൻറ്റിറ്റി, അവൻ്റെ പഠിപ്പിക്കലിൻ്റെയും സത്യത്തിൻ്റെയും തെളിവായി പ്രവർത്തിക്കുന്നു. മറക്കരുത് പ്രിയമുള്ളവർ, പ്രത്യാശയും അനുരഞ്ജനവും പ്രദാനം ചെയ്യുന്ന വലിയൊരു മഹത് സംഭവമാണ് യേശുവിൻ്റെ പുനരുദ്ധാനം. ദൈവവും മനുഷ്യവർഗം തമ്മിലുള്ള അനുരഞ്ജനത്തിൻ്റെ ഒരഗാധമായ സമയത്തെ ഈ പുനരുദ്ധാനം സൂചിപ്പിക്കുന്നു. പ്രത്യാശയും സന്തോഷവും നമുക്ക് നൽകുന്നു. അവസാനമായിട്ട് പ്രിയമുള്ളവർ, ആദ്യ ഫലങ്ങളുടെ ആഘോഷമാണ്. ക്രിസ്തുവിൻ്റെ ഉദ്ധാനത്തിലൂടെ നമുക്ക് പുനരുദ്ധാനം ലഭിക്കുമെന്ന ഉറപ്പ് തരുന്നു. മറക്കരുത് പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ ഇന്നലകൾ എന്തുമാണോ അതെല്ലാം മാറ്റിക്കൊണ്ട് പുതിയ വ്യക്തിയായി യേശുവിൽ ഉദ്ധാനം ചെയ്യാൻ കാത്തിരിക്കുന്ന ഒരു വ്യക്തിയായി നമുക്ക് മാറാൻ സാധിക്കണം. അതാണ് പ്രിയമുള്ളവരെ പ്രതീക്ഷയുടെ, പ്രത്യാശയുടെ ഒരാഘോഷം ഈസ്റ്റർ. അതുപോലെ പഴയ മനുഷ്യൻ്റെ അവസ്ഥ എല്ലാം നിഗനിച്ചുകൊണ്ട് പുതിയ വ്യക്തിയായി യേശുവിൽ പുതിയ സൃഷ്ടിയായി മാറുവാനുള്ള ഒരു വിളിയാണ്. എങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ആഘോഷമായ തിരുനാളായ ഈസ്റ്റർ ആഘോഷത്തിലെ പുതിയ വ്യക്തിയായി ജീവിക്കുവാൻ, പ്രത്യാശയും പ്രതീക്ഷ നൽകുന്ന ഒരു വ്യക്തിയായി മാറാൻ ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈസ്റ്ററിൻ്റെ മംഗളങ്ങൾ നേരുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവായ മിശിഹാ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്.